കോഴിക്കോട്ടേക്ക് പോകണമെന്നത് വലിയൊരു ആഗ്രഹമായിരുന്നു. കടലുണ്ട്, അങ്ങാടിയിൽ മുഴുവൻ കറണ്ടുണ്ട്, ബിരിയാണി കിട്ടുമെന്നതൊക്കെയാണ് കോഴിക്കോടിൻ്റെ പ്രത്യേകതകളായി അന്ന് പറഞ്ഞു കേട്ടത്. എൻ്റെ പെങ്ങളുടെ ഭർത്താവ് അഹമ്മദ് കുട്ടി കോഴിക്കോട്ടെ ലക്കി ഹോട്ടലിൽ മാനേജറായിരുന്നു. ഒരിക്കൽ അളിയൻ വീട്ടിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ എന്നെയും കോഴിക്കോട്ടേക്ക് കൂട്ടി. കർണാടകത്തിലെ ബഡ്കലിൽ നിന്ന് കോഴിക്കോടെത്തി കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന ബറാമികളുടേതായിരുന്നു ലക്കി ഹോട്ടൽ. മലബാറിൻ്റെ തീരത്തെ യമനി പാരമ്പര്യത്തിൻ്റെ തുടർച്ചക്കാരായ ഇവർ കോഴിക്കോട്ടെ പല പള്ളികളുടെയും മറ്റു ബിൽഡിങ്ങുകളുടെയും നിർമ്മാണത്തിലും പരിപാലനത്തിലും വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ബിരിയാണിക്ക് പേരുകേട്ട ലക്കി ഹോട്ടൽ കോഴിക്കോട്ടെ തിരക്കുള്ള ഒരു കച്ചവട സ്ഥാപനമാണ്. ഒരു നട്ടുച്ചക്കാണ് കോഴിക്കോട് അങ്ങാടിയിൽ ബസ് ഇറങ്ങുന്നത്. പാളയത്തു നിന്നും ലക്കി ഹോട്ടലിലേക്ക് അളിയൻ്റെ കൂടെ നടന്നു. കോഴിക്കോട് നഗരം ആദ്യമായി കാണുകയാണ്. നാട്ടിൽ വലിയ ഇടവേളകളിൽ മാത്രം കണ്ടിരുന്ന ബസ്സുകളും ലോറികളും ഇടയ്ക്കിടെ കാണുന്നുണ്ട്. ഒന്ന് രണ്ട് കാറുകളും കണ്ടു. കാളവണ്ടികളും സൈക്കിളുകളുമായിരുന്നു റോഡിൽ അധികവും ഉണ്ടായിരുന്നത്. മലഞ്ചരക്കുകളും തേങ്ങയുമായി വരിവരിയായി വരുന്ന കാളവണ്ടികൾ. അതിൻ്റെ വലിയ ചക്രങ്ങൾ ഒരുമിച്ചുരുളുമ്പോൾ ഒരു പ്രത്യേകതരം താളത്തിലുള്ള ശബ്ദമാണ്. കൂട്ടത്തിൽ കാളകളുടെ കുളമ്പടിയൊച്ചയും. ആ വരവ് കാണേണ്ട കാഴ്ചയാണ്. പാളയത്തെ റോഡിലൂടെ നടക്കുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. 2-3 പേർ ചേർന്ന് കൈവണ്ടികളിൽ അരിച്ചാക്കുകൾ വലിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നുണ്ട്. മിഠായി തെരുവിലെ വൈറ്റ് ഷോപ്പ്, കൃഷ്ണ മഹാരാജിൻ്റെ ബേക്കറി എന്നിവയൊക്കെ കടന്നാണ് ലക്കി ഹോട്ടലിലെത്തിയത്.